ഹായ്. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബാംഗ്ലൂരിലെ മൂന്നാമത്തെ ലുലു ഡൽഹിയിലാണ്. സാധാരണ പോകുന്നതൊക്കെ കുറച്ച് ദൂരെയുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ അടുത്തായിട്ടുള്ളത്. നമ്മുടെ അപ്പോൾ ഇതിൽ സ്ഥിരമുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഇരുന്ന സമയത്ത് അവിടുത്തെ ലുലുവിൽ കുറേ തവണ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ലുലു തപ്പി നടന്നു. അങ്ങനെ ലുലു മോൾ വന്നു. അത് വീട്ടിൽ നിന്ന് കുറേ ദൂരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കണ്ടപ്പുര റോഡിൽ വന്ന ലുലു, അവിടെ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു ഞങ്ങൾ. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും അവിടെ പോയേക്കും. ഇപ്പോൾ അതിനേക്കാട്ടിലും അടുത്ത് നമുക്ക് വേറെ എടുത്ത്, പക്ഷേ ലുലു ഡെയിലി അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കട്ടെ, അവിടെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടോ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പം ലുലു ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നേരത്തെ പോയ ലുലുവിന്റെ അത്രയൊന്നും ഇതില്ല. നമ്മള് മറ്റേ ഫീനിക്സ് മാർക്കറ്റ്, ഫീനിക്സ് ഫോറമില് പോയ ആ ലുലു ഡെയിലിയുടെ അത്രയില്ല, അതിന്റെ ഒരു പകുതിയെ വരത്തുള്ളൂ. അതെ, സ്ഥലം വൈസ് ആണെങ്കിലും സാധനങ്ങൾ വൈസ് ആണെങ്കിലും അവിടെ ഉള്ള അത്രയും ബ്രാൻഡ്സ് അവിടെ കണ്ടില്ല. പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് ലുലുവിൽ തന്നെ പോയിട്ട് ഒരു സെറ്റ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് കിട്ടാതെ വന്നതാണ്. പാക്ഡ് ഇടിയപ്പം, പാക്ഡ് പത്രി, പാക്ഡ് അപ്പം, ഈ സാധനങ്ങളൊന്നും പിന്നെ ചില പർട്ടിക്കുലർ ബ്രാൻഡ്സിന്റെ ചില മസാലാസ് അത് കുറവായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഒരുവിധം 90% സാധനങ്ങൾ കവേർഡ് ആണ്. അതെ, ബേസിക്കലി നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമുക്കിത് കൂടുതൽ അടുത്താണ്. മറ്റേ ഫീനിക്സിൽ പോകുന്ന, ഫീനിക്സ് അല്ല, ഫോറത്തിൽ പോകുന്നതിനെക്കാട്ടിലും അടുത്താണ്. ഇതിലൊരു മെയിൻ സാധനം ഞങ്ങൾ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ യോഗേർട്ട്. ഇത് ബക്കറ്റ് യോഗേർട്ട്, മിൽക്കി മിസ്റ്റിന്റെ 1 kg യോഗേർട്ട് പണ്ട് കിട്ടുമായിരുന്നു. അത് അവര് ചുരുക്കി 700 ഗ്രാം ആക്കി. ഇപ്പൊ അതേപോലെ ഇതിപ്പം യോഗിനോ ഓഫറിൽ കിട്ടുന്നത്, യോഗിനോ എന്നുള്ള ഹാഫ്. അതെ, ഇപ്പൊ അങ്ങോട്ട് മിൽക്കി മിസ്റ്റ് മാറ്റി നമ്മൾ ഇത് നോക്കി. ഇത് നമ്മൾ ചെറുത് ട്രൈ ചെയ്തിരുന്നു. അപ്പൊ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പൊ നമ്മൾ ഇത്തവണ ഇതിന്റെ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഒലിവ്സ്. അത് ആക്ച്വലി നമ്മൾ ലുലുവിൽ മെയിൻ ആയിട്ട് പോകുന്നത് ഈ അച്ചാറൊക്കെ വലിയ വലിയ പാക്കറ്റിൽ കിട്ടാറുള്ളൂ. നമ്മൾ വളരെ കുറച്ച് അച്ചാർ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾ ലുലുവിൽ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ഒലിവ്സ്, ഇതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. അതെ, പിന്നെ ഈവൻ ഫിഷ് അച്ചാർ, വേറെ പ്രോൺസ് പിക്കൽ, ഇതൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി വെജിറ്റബിൾസ് ഒക്കെ എനിക്കൊന്ന് പലയിടത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണ്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഒരു സാധാരണ മാർക്കറ്റിൽ പോകുമ്പോൾ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെ ചെന്ന് കിട്ടും. പക്ഷെ അപ്പൊ ഇവിടെ നോക്കിയപ്പോഴേക്കും ഇതുപോലത്തെ ട്യൂണ പിക്കിൾ, ഫിഷ് പിക്കിൾ, അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. നമ്മൾ നേരത്തെ അവിടെ പോകുമ്പോഴേക്കും ഫുൾ ഒരു ബക്കറ്റിൽ വെച്ചേക്കും. അതിൽ 100 ഗ്രാം ഒക്കെ എന്നുള്ളതാണ്, അത് കിട്ടത്തില്ല. അവിടെ ഓൾറെഡി പാക്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം വേറൊരെണ്ണം എടുത്താണ് ഈ മാംഗോ പിക്കിൾ. അതെ, കട്ട് മാംഗോ പിക്കിൾ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ മിക്സഡ് സീ ഫുഡ് പിക്കിൾ അങ്ങനെയൊക്കെയാണ് അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ട്യൂണ പിക്കിൾ. എനിക്കൊന്ന് ലുലുവിൽ പോയിട്ടുള്ളവർക്ക് അറിയാലോ, പല ഡിഫറെന്റ് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത്രയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി വർത്ത് ഗോയിങ് ആണ്. പിന്നെ അടുത്ത വേറെ ഐറ്റം ആണ് നമ്മൾ സ്ഥിരം പോകുമ്പോൾ എടുക്കുന്നത്, ക്രോയിസാന്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞങ്ങളുടെ ബേബിക്കും ക്രോയിസാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പ്ലെയിൻ ബട്ടർ ക്രോയിസാന്റ്. ഇത് നല്ല സൈസില്, ഇത് നല്ല ഫ്രഷ് ആയിരിക്കും, അത്യാവശ്യം ക്രിസ്പിയാണ് ഇത്. പക്ഷെ ആ ദിവസം തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് അത് കുറച്ച് സോഗിയാവും, പിന്നെ അത് കൊള്ളത്തില്ല. അപ്പൊ അതിന്റെ ഒരു 2-3 എണ്ണം ആണ് മോസ്റ്റ്ലി എടുക്കാറുള്ളത്. ഇത് കൂടാതെ നമ്മൾ സ്പെസിഫിക്കലി പിന്നെ ആക്ച്വലി നമ്മൾ നോൺ വെജിലേക്ക് പോവുകയാണെങ്കിൽ ഫിഷ്, ചിക്കൻ, പിന്നെ നമുക്ക് എപ്പോഴും കിട്ടാത്ത അവിടെ കുറെ മാരിനേറ്റഡ് ഫിഷ്, അങ്ങനത്തെ കുറെ എളുപ്പ പരിപാടികളുണ്ട്. പിന്നെ ഇത് ഉണക്കമീൻ കുറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി എഗ്, മട്ടൺ, കറുത്ത കോഴി, ഞാൻ എന്തോന്നോ പറയുമല്ലോ, ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു, അതെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല, 1-2 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയാമോ എന്തോ അറിയില്ല, കടക്കനത്ത് കോഴി അങ്ങനെ എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പേരാണ്. കൂടുതൽ ന്യൂട്രിയൻസും പ്രോട്ടീനും ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ സാധാരണ ഇവിടെ ഫിഷ് കടയിലൊക്കെ പോകുമ്പോഴേക്കും കിട്ടാത്ത സാധനമാണ് കക്ക. അതെ, അപ്പൊ ആ സാധനം അവിടെ പോകുമ്പോ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഇത്, കക്ക. അത്യാവശ്യം ഫ്രഷ് ആണ്, പഴയതല്ല. പിന്നെ ഫിഷ് ആക്ച്വലി ഇവിടെ ഫിഷ് കുറവായിരുന്നു. ഇന്ന് പോയപ്പോ ഫിഷ് കുറവായിരുന്നു. സ്ഥിരം എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ഒക്കെ തരും. നമ്മൾ നല്ലൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന പോലത്തെ പ്രൈസ് ഒക്കെ അതേ ഉള്ളൂ. അവിടെ പോയ സ്ഥിതിക്ക് എടുത്തേ ഉള്ളൂ. ചിക്കൻ, വെറൈറ്റി ഐറ്റംസ്, ഇത് പറഞ്ഞ പോലെ കറുത്ത കോഴി കിട്ടും. പിന്നെ നെത്തോലി അവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര പാടാ, അതും ചെറിയ നെത്തോലിയൊക്കെ. അയല കിട്ടും. അയല അവര് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മറ്റിടത്തുള്ള പോലെ. ഇത് മെയിൻ അട്രാക്ഷൻ ഇതായിരുന്നു, നെത്തോലി. ഇത് കാണാൻ പറ്റുമോ അറിയത്തില്ല. നെത്തോലി കട്ട് ചെയ്തിട്ട്
ക്ലീൻ ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. ഒരു 400 റുപ്പീസ് ഫോർ കിലോ, ഒരു കിലോനുള്ളതായിട്ടാണ്. പിന്നെ പ്രോൺസ്, സ്ക്വിഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ വേറെ ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക്സ്, ഇങ്ങനത്തെ കേക്ക്സ് കുറെ അവിടെ കിട്ടാറുണ്ട്. ഇതില് വലിയ കേക്ക്, ഇതേ സാധനം ഈ ചോക്ലേറ്റ് കേക്ക് വലുത് തന്നെ ഉള്ളത് മറ്റേ ലുലുലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് തോണയില്ല, ഇവിടെ അതിന്റെ ചെറുത് മാത്രമാണ്. സ്നാക്ക് ഐറ്റംസ് ഒരുപാടുണ്ട്, പക്ഷെ മറ്റേ ലുലുവിൽ അത്രയും ഇല്ല. ഈ കേക്കൊക്കെ ഒബ്വിയസ്ലി എന്താ പറയാ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഭയങ്കര ബെസ്റ്റ് കേക്ക് ഒന്നും പറയാനില്ല, പക്ഷെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് 1-2 ദിവസമുള്ള സ്നാക്ക് ഐറ്റംസ് എപ്പോഴും അവിടെ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് നോർമൽ ഗ്രോസറി ഐറ്റംസ് ഉണ്ടല്ലോ, ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ആ വക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ മില്ലറ്റിന്റെ കുറച്ച് ഐറ്റംസ്, സ്ലോപ്പിന്റെ അങ്ങനത്തെ സാധനങ്ങൾക്കും ചില ഐറ്റംസിന് നല്ല വലിയ പാക്കറ്റ് ഒക്കെ വാങ്ങിച്ചാൽ നല്ല ഓഫേഴ്സ് ഉണ്ടാവും. സ്ലാപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് നൂഡിൽസ് ആണ്. ഇത് കിഡ് ഫ്രണ്ട്ലി നൂഡിൽസ് ആണ്. ഇത് സർപ്രൈസിംഗ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഏറ്റവും ചെറിയ ചെറുത് നമ്മുടെ വീട്ടിൽ വളരെ ചെറുതാണ്, ഒരു 4 times കഴിക്കാനുണ്ടാവും. സോ ഒരു ഹെൽത്തി നൂഡിൽസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ പാൻ കേക്ക് മിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് എപ്പോഴും ഇത് ഓഫറിൽ കിട്ടും. സാധാരണ ഇതിന്റെ വലിയ പാക്കറ്റ് സെർവ്സ് 5 people അങ്ങനത്തെ ഉള്ളത്. ഇപ്പം സെർവ്സ് 2 എന്നുള്ളതിന്റെ പാക്കറ്റാണ്. 5 അല്ല, നമ്മൾ വലുത് പാക്കറ്റ് അതിലും കൂടുതലാണ്. 5-6 പിന്നെ വേറൊരു സാധനമാണ് ഈ ബിസ്കോഫ്. നമ്മൾ പല ചീസ് കേക്കും കേക്കിന് മുകളിലൊക്കെ കിട്ടുന്ന സാധനം. ഇതൊക്കെ എല്ലായിടത്തും കിട്ടാറൊന്നുമില്ല. ഇൻസ്റ്റാമാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയിട്ട് അവൈലബിൾ അല്ല ആക്ച്വലി ബിസ്കോഫ്. അപ്പൊ അതിന്റെ ഒരു ചെറുതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന്റെ വലുതും ഉണ്ട്, മീഡിയം സൈസും ഇതിനും വലുതായിട്ടുള്ളതും കൂടെ ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന, എനിക്ക് ഇതൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ പോയി കുറച്ചുകൂടെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചോക്ലേറ്റ് ആണ് എടുത്തെങ്കിൽ അവിടെ ഒരുപാട് ഫ്ലേവേഴ്സ്, ഇതും റാസ്ബെറി ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു 4-5 ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. മിൽക്ക് ഷേക്ക്. സോ അങ്ങനെ ബേസിക്കലി കുറെ അതെ. അപ്പൊ ഇപ്പം ചൂടുകാലാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇതുപോലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിക്കാൻ തോന്നുമല്ലോ. അതെ, ഇതില് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ റാസ്ബെറി സ്ട്രോബെറി ഫ്ലേവറാണ്. അതെ, ഞാൻ കുറച്ച് നോക്കി, ബിക്കോസ് റാസ്ബെറി ആയിരുന്നു ഇരുന്നത് എല്ലാം ഫ്രണ്ടിൽ, കണ്ട ഒരേപോലെ ഇരിക്കും. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ഇതിന്റെ പൈനാപ്പിൾ ആണുള്ളത്. എനിക്ക് പൈനാപ്പിളിന്റെ ജെല്ലി തീരെ ഇഷ്ടമായിരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ വേറെ ബെനിഫിറ്റ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളത്. പിന്നെ നമ്മള് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമല്ല, കുറെ ടൈപ്പ് ഓഫ് കോഫി പൗഡേഴ്സ് നമ്മൾ എല്ലായിടത്തും കാണാത്ത ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ നോക്കിയെടുക്കാം. പിന്നെ ഞാൻ സ്പെസിഫിക്കലി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പോയ ഒരു സാധനമാണിത്. എനിക്ക് തോന്നുന്നില്ല വേറെ എങ്ങും കിട്ടും. നാട്ടിൽ ചിലപ്പോൾ സാധാരണ കടകളിൽ കിട്ടുമായിരിക്കും. ഞാനൊരു ടിവിയിലൊരു ആഡ് കണ്ടതാണ് ഇതിന്റെ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ട്രൈ ചെയ്യണം ഈ സാധനം എന്ന്. ആൻഡ് കറക്റ്റ്ലി ലുലു വെബ്കാർട്ടിന്റെ കണ്ണിന് മുമ്പിൽ തന്നെ ഈ സാധനം വന്ന് വിട്ടു. ഞാൻ വിചാരിച്ചിട്ട് മറ്റേ തേങ്ങാപ്പാൽ പൊടിയാണെന്നുള്ളത്. പിന്നെയാണ് ഞാൻ വായിച്ചു നോക്കട്ടെ, എന്റെ കോക്കനട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു, ബിക്കോസ് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ആൻഡ് അതേപോലെ ലുലുവില് ലൈക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം കിട്ടുന്ന ചില ബ്രാൻഡ്സിന്റെ ചില സാധനങ്ങളുണ്ടല്ലോ, അന്ന് കണ്ടിരുന്നല്ലോ, സ്വീറ്റ് കോണിന്റെ പുട്ട്, ആ വക ഐറ്റംസ് ഒക്കെ. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒന്നും. വൈറ്റ് പുട്ട് തന്നെ ഇവിടെ നമ്മുടെ നോർമൽ എല്ലാ കടകളൊന്നും ചിലപ്പോൾ കിട്ടില്ല, പക്ഷെ അങ്ങനത്തെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ലക്കിലി ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ് വളരെ കുറവായിരുന്നു. നമ്മള് സാറ്റർഡേസ് മറ്റിടത്ത് പോകുമ്പോൾ ഇങ്ങനെയല്ല, ക്യൂ നിന്ന് മടുക്കും. ഒന്നാമത് എടുക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ക്യൂ, പിന്നെ അതിനുശേഷം ബില്ലിംഗ് വന്നു കഴിഞ്ഞാൽ ക്യൂ, ഇതെല്ലാം കഴിയുമ്പോഴേക്കും നല്ല ക്ഷീണിച്ച ഒരു പരുവായിട്ടുണ്ടാവും. ഇവിടെ ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മോസ്റ്റ്ലി ചെറിയൊരു സ്ഥലവും പിന്നെ അധികം ആൾക്കാർക്ക് അറിയാത്തതും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും. അതാണ് തോന്നുന്നു, ബിക്കോസ് ഇവിടെ പോയി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 month ഒക്കെ ആയിട്ടുള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ആൻഡ് റെസിപ്പി ഇതിന്റെ അടുത്ത് വേറെ ലൈക് വലിയ സ്റ്റാർ ബസാർ പോലത്തെ സ്ഥലങ്ങളുണ്ട്. സോ ആൾക്കാർ അവിടെ പോയി അങ്ങ് പ്രാക്ടീസ് ആയി. സോ മേ ബി ഇനി ആൾക്കാർ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിലേക്ക് പോവുക. പിന്നെ മലയാളികളാണ് ലുലു ഡെയിലി എന്ന് കാണുമ്പോൾ നമുക്കാണ് പെട്ടെന്ന് തോന്നിയോ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇവിടെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാം. ഇത് ലുലു ഡെയിലിയുടെ പരസ്യമൊന്നും അല്ല, അത് പറയാൻ വിട്ടുപോയി. പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനേ ഉള്ളൂ. ബിക്കോസ് ഞങ്ങൾ ആക്ച്വലി ടയർഡ് ആവുന്നുള്ള വിചാരത്തിലാണ് പോയത്. പക്ഷേ ബിക്കോസ് എപ്പോഴും പോകുമ്പോൾ അങ്ങനെയാണല്ലോ, ക്യൂ നിന്ന് എല്ലാം കഴിയുമ്പോൾ ക്യൂ നിന്ന് നമ്മൾ മടുക്കും. പിന്നെ ഇതിൽ ഏറ്റവും ഇവിടെ ഉള്ള ഏറ്റവും നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നല്ല ഇവിടെ ബാംഗ്ലൂരിലുള്ള ലുലുവിലുള്ള ഫുഡ്, അവിടുത്തെ കുക്ക്ഡ് ഫുഡ് ഉണ്ടല്ലോ, വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു 3-4 തവണ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എടുക്കാനേ പോയിട്ടില്ല, ഇത്തവണ പോലും എടുത്തിട്ടില്ല. അതെ, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻസ് കുറവാണ്. നമുക്ക് എറണാകുളത്ത് നിന്നുള്ള പോലെ ഓപ്ഷൻസേ ഇല്ല. പിന്നെ ഉള്ള ഓപ്ഷനും എല്ലാം ഏതാണ്ട് ഒരേപോലെ ഇരിക്കും, വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല. ഫ്രഷ് ആണോ അല്ലയോ അന്ന് ഞങ്ങളൊരു ആന്റി ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോഴത്തേക്ക് ചീത്തയായി. അപ്പൊ അത് ഓബിയസ്ലി ഫ്രഷ് അല്ലല്ലോ. പക്ഷെ അല്ലാണ്ട് റോ ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഫ്രഷ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേറെ സ്ഥലത്ത് കിട്ടാത്ത മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട്.
സോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലുലു ഡെയിലിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്കാർക്കും ഇതിനെ പറ്റി ബാംഗ്ലൂരുള്ള മലയാളിക്കാർക്കും അറിയാതെ അറിയാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാം. പിന്നെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഉണ്ട്, എറണാകുളം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അവിടുത്തെ ആ ലുലു വെച്ചിട്ട് എറണാകുളം പോട്ടെ, എറണാകുളം ട്രിവാൻഡ്രം കേരളത്തിലുള്ള ലുലു വെച്ച് നോക്കി പക്ഷെ എറണാകുളം തോന്നുന്നു ട്രിവാൻഡ്രത്തിനേക്കാളും അടിപൊളിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടിടത്ത് നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീക്കെൻഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.